അമ്മച്ചിയോട് പറയാനുള്ളതൊക്കെ പറഞ്ഞു. ആധാരവാനിപ്പോൾ 5-6 ദിവസം എടുക്കും. ആ ഷാജിയോട് ഒന്ന് എടുക്കാൻ പറയാം. നീ എന്നെ നോക്കി പഠിപ്പിക്കുന്നേ. അമ്മച്ചിയോട് ഞാനെല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ആ ലേഡി വിടി നീ വീട് സ്ഥലമൊക്കെ എൻ്റെ പേരിലാക്കാഞ്ഞിട്ട് അപ്പൻ്റെ എണ്ണാത്തിൻ്റെ കേടായിരുന്നു. അതിനിപ്പോൾ എന്താടി? എന്തായാലും വേറെ അവകാശികളൊന്നുമില്ലല്ലോ. ഈ തിരക്കിട്ട് ഇതൊക്കെ ചെയ്ത് എന്നാത്തന്നെയാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഈ കാലശേഷം എല്ലാം മക്കൾക്കാന്ന് പറയാൻ എളുപ്പമാണേ. അതിൻ്റെ എഴുത്തുകുത്തുകളൊക്കെ നടത്തിയെടുക്കാൻ വലിയ മെനക്കേടാ. ഈ ജനിച്ചതിൻ്റെയും മരിച്ചതിൻ്റെയും കടലാസും എല്ലാം കൊടുക്കണം. അതെ, ഞാൻ ഉള്ളപ്പോഴാണെങ്കിൽ എളുപ്പമാണെന്ന് പറയുമായിരുന്നു. അതിന് അപ്പനിപ്പോൾ എങ്ങോട്ട് പോവാ? കാര്യങ്ങളുടെ കലപ്പോശമൊക്കെ എങ്ങനെയാണെന്നും എവിടെ ചെന്ന് അവസാനിക്കും എന്നൊക്കെ നമുക്കറിയാലോ മോളെ. എത്രയും നേരത്തെ ചെയ്യാവോ അത്രയും നല്ലതെന്ന് ഓർത്താൽ മതി. കയറ്. ഇനി അപ്പനിതെല്ലാം പറഞ്ഞൊന്നും പറഞ്ഞ് ഇനി അതൊന്നും ഓർത്തിരിക്കുമെന്നല്ല. അവനോടൊക്കെ പോരാൻ പറ മോളെ. നിങ്ങൾക്കും പിള്ളേർക്കും ഉള്ളത് ആ പറമ്പിൽ നിന്ന് കിട്ടും. അന്ന് ആ മലയിടിഞ്ഞ് വീണ് കുറച്ച് വെള്ളം ചൊല്ലി കൂടെ പറമ്പിൽ വന്ന് കയറിയ ദുരിതമില്ലാതെ ആ പറമ്പ് നമ്മളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അമ്മച്ചിനെ കർത്താവും വരെ നേരത്തെ വിളിച്ചുകൊണ്ട് പോയി. പിന്നെ അന്ന് ഞങ്ങൾ ഒപ്പിച്ച് വെച്ച കാര്യങ്ങളൊക്കെ ഓർക്കുമ്പം അപ്പച്ചനൊരു തെറിവൊക്കെ ഉണ്ടായിരുന്നു. അതായിരിക്കും അവനിവിടെ നിൽക്കാൻ ഒരു മടി. നമ്മളപ്പം പറയുന്നത് കേൾക്കുന്നുണ്ട്. അവനോട് വിളിക്കുമ്പോൾ പറ, അവനൊന്ന് മനസ്സിൽ വെച്ചാൽ കണ്ട ഇങ്ങോട്ട് പോരാൻ പറ.